രാജ്യസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ്. കണ്ടില്ലായിരുന്നു സ്വാതന്ത്ര്യദിനത്തിലെ ആ ഭീമൻ രഘു മോഡൽ ഫോട്ടോഷൂട്ട്? ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാതെ മുങ്ങി. അതായത് തൃശ്ശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യദിന പരേഡിൽ എത്തുമെന്ന് അറിയിച്ചതിന് ശേഷം ഫോട്ടോഷൂട്ടിന് വേണ്ടി കേന്ദ്ര സഹമന്ത്രിജി മുങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമല്ലേ? പോത്തിനെന്ത് ഏത്തവാഴയെന്ന് പറയും പോലെ സംഘിക്കെന്ത് സ്വാതന്ത്ര്യദിന ചടങ്ങ്? സ്വാതന്ത്ര്യദിന കാലഘട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അന്ന് ഷൂ വർക്കിൽ ശ്രദ്ധിച്ചിരുന്ന സംഘികൾക്ക് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനമെന്ന് പറഞ്ഞാൽ അത് റീൽസിൻ്റെ ഫോട്ടോഷൂട്ടാണ്, അല്ലെങ്കിൽ തള്ള് ഡയലോഗുകളാണ്. അതാണ് അവരുടെ രാജ്യസ്നേഹം. അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്കെതിരെയോ മതസ്ഥർക്കെതിരെയോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദമാണ് രാജ്യസ്നേഹം. ഭരണഘടന അനുശാസിക്കുന്ന ചട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഔദ്യോഗികമായി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചതുമാണ്. പക്ഷേ രാവിലെ 8 മണിക്ക് തന്നെ തൃശ്ശൂരിലെ ആഡംബര ഹോട്ടലിൽ സ്വാതന്ത്ര്യദിന ഫോട്ടോഷൂട്ടും ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംഘിക്ക് എന്ത് ഔദ്യോഗിക സ്വാതന്ത്ര്യദിനം? അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനത്ത് നടന്ന ഔദ്യോഗിക സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നിന്ന് അദ്ദേഹം മുങ്ങിയിട്ട് നേരെ ഫോട്ടോഷൂട്ടിന് പോയത് വിവാദം കത്തിപ്പടരുകയാണ്. കേന്ദ്ര സഹമന്ത്രിയായാൽ എന്താണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. തൃശ്ശൂർ ജില്ലയിൽ ഔദ്യോഗിക പരിപാടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പരിപാടിയിലാണ് അദ്ദേഹത്തിന് വേണ്ടി കസേര ഒരുക്കിയിരുന്നതും അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ജില്ലയുടെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പങ്കെടുക്കേണ്ടതുമായിരുന്നു. പക്ഷേ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏത് ഷൂട്ട്? ഒരു കൊടിയും പിടിച്ചുകൊണ്ട് തേരാപ്പാര നടക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ രാജ്യസ്നേഹമെന്ന് കരുതി വച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഊള ഫോട്ടോഷൂട്ടിന് പോയത്. ആ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അല്ലെങ്കിൽ മുങ്ങുകയും ചെയ്തു. എന്താ അല്ലേ? ഒരു കേന്ദ്രമന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യതയാണ്? എല്ലാത്തിലും സിനിമാ സ്റ്റൈലാണല്ലോ, കഥാപാത്രത്തെ ആവാഹിച്ചാണല്ലോ ശീലം. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കഥാപാത്രമാണ്. സ്ക്രീനിൽ കാണിക്കും പോലെ എന്തെങ്കിലുമൊക്കെ ഷോകൾ കാണിക്കുക, എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഡയലോഗുകൾ വച്ച് കാച്ചുക, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ചട്ടങ്ങളും ഭരണഘടനയും രാജ്യവും എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതായത് അധികാരത്തിൽ ഏറിയ ഉടനെ തന്നെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നത് കുറ്റമല്ല, പക്ഷേ പഠിക്കാൻ ശ്രമിക്കണ്ടേ? അതൊന്നും എൻ്റെ പ്രശ്നമല്ലെന്നേ. ഞാൻ സംഘികളുടെ സൂപ്പർ ഹീറോ അല്ലേ? അപ്പോൾ അവർക്ക് ഈ രോമാഞ്ചമുണ്ടാക്കുന്ന ചില വീഡിയോസ് ഇടണം. സൂപ്പർ ഹീറോ കാണിക്കുന്ന ഓരോ വേലത്തരങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില കിളിപോയ ആൾക്കാർ കാണിക്കുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഈ നാട്ടിലെ പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് തോന്നുന്നത്. സാമാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ കാണിക്കുന്ന പേക്കൂത്തുകളല്ല കാട്ടിക്കൂട്ടുന്നത്. ജില്ലയുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കാതെ ആഡംബര ഹോട്ടലിൽ കൊടിയും പിടിച്ചുകൊണ്ട് തേരാപ്പാര നടന്ന് റീൽസ് ഷൂട്ടിംഗ് നടത്തിയ ആ കേന്ദ്രമന്ത്രി രാജ്യത്തിനൊരു വാഗ്ദാനം തന്നെയാണ്. ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിയാത്ത ഇത്തരം വ്യക്തികളെ തൃശ്ശൂർ ജില്ലക്കാർ തിരഞ്ഞെടുത്തതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാര്യം ഈ ദൃശ്യം പുറത്തേക്ക് പോകുമ്പോൾ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് എന്തായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ജോലി എന്ന് ചോദിച്ചാൽ ഒരു മുണ്ടും എടുത്ത് ഒരു ഷർട്ടും എടുത്തിട്ട് 4 ക്യാമറയും വിളിച്ചു വരുത്തി അതിൻ്റെ മുന്നിലൂടെ തേരാപ്പാര ഒരു കൊടിയായിട്ട് നടക്കുക. ഇതാണ് ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യം. എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഹീറോ സൂപ്പറല്ലേ? വാഴ്ത്തിപ്പാടൂ, കൈയടിക്കൂ. എന്തായാലും 8ൻ്റെ പണി പിന്നാലെ വരുന്നുണ്ട്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്, വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്, മാധ്യമങ്ങൾ ഇത് തുറന്നു കാട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു ഏണി ഇരന്ന് വാങ്ങിയതിൻ്റെ അവസ്ഥയിലാണ്. വലിയ തോതിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. അല്ലെങ്കിൽ തന്നെ ആ വീഡിയോ കണ്ടതിന് ശേഷം ആൾക്കാരെടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ട്രോളുന്നുണ്ട്. ഒരു രാജ്യസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വ്യക്തി കാട്ടിയ ഊളത്തരമായിട്ട് മാത്രമാണ് ആ ദൃശ്യത്തെ സോഷ്യൽ മീഡിയ കൊണ്ടാടിയത്. ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയോ ഒരു തരത്തിലും ഇവരുടെ മുൻഗാമികളോ പിൻഗാമികളോ ഒന്നും ചെയ്തിട്ടില്ല. അന്നത്തെ കാലഘട്ടത്തിലെ ഷൂ വർക്ക് ചെയ്തിരുന്നവർക്ക് ആ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലുള്ള ഫോട്ടോഷൂട്ടുകൾക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഫോട്ടോഷൂട്ടുകൾക്കും കുറച്ച് തള്ളലുകൾക്കും അപ്പുറം ഈ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യദിനമെന്നും അതിനുവേണ്ടി ഈ നാട്ടിലെ ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യർ ചിന്തിയ ചോരയെക്കുറിച്ചൊന്നും ഒരു പാടും ഒരു ചൂടും അറിയില്ലെന്നേ. അതിന് ആദ്യം
യഥാർത്ഥ രാജ്യസ്നേഹം എന്താണെന്ന് അറിയണം. രാജ്യസ്നേഹം ഫോട്ടോഷൂട്ടല്ലെന്ന് ഏതെങ്കിലും വിവരമുള്ള സംഘികൾ ആ റീൽ വിദഗ്ധനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും.